വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അപ്പോൾ ഇവിടെ തണുപ്പ് ഒത്തിരി കൂടിയിട്ടോ, നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുക. എൻ്റെ കോസ്റ്റ്യൂം കണ്ടോ, ഇങ്ങനെയൊക്കെ നടക്കേണ്ടി വരിക. ഇപ്പോൾ ഗ്ലൗസ് ഒക്കെ ഇടണമെന്നുണ്ട്, പക്ഷെ കിച്ചണിൽ നിൽക്കുമ്പോൾ നമുക്ക് ഗ്ലൗസ് ഒന്നും ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുപോലെ രാവിലെ 5:45 എഴുന്നേറ്റ് കേട്ടോ, പാല് കാച്ചി എൻ്റെ കൂടെ രാക്കയും വന്ന് നിൽപ്പുണ്ട്. വേറൊന്നിനും അല്ല, അതേ നോക്കിക്കോ. ജീരകം, അജ്വൈൻ, പിന്നെന്താ ഉള്ളത്, അയമോദകം, പിന്നെന്താ ഉള്ളത്, ഉലുവ, പച്ച ഉലുവ അല്ലേ, തിളപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കത്തേ ഉള്ളൂ. എന്നിട്ട് അരിച്ചാൽ കുടിക്കും. പകുതിയാക്കണോ? ശരി. അപ്പോൾ പുതിയൊരു സംഭവം വെറും വയറ്റിൽ കുടിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഫാറ്റ് ലൂസാവെന്ന് പറഞ്ഞ് ജീരകവും അയമോദകവും ഉലുവയും എല്ലാം കൂടെ തിളപ്പിച്ച് പകുതിയാക്കി കുടിക്കുകയാണ് രാക്കെ. പുതിയ പുതിയ പരീക്ഷണങ്ങൾ. ഞാൻ ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് എന്തെങ്കിലും ചേർത്തെന്ന് വിചാരിച്ചു. പിന്നെ അങ്കുവിൻ്റെ ടിഫിനിൽ ഞാൻ പൂരി പാക്ക് ചെയ്യുക. തലേദിവസം പൂരി നമ്മുടെ സോയ മസാലയായിരുന്നു. അപ്പോൾ അതേ പൂരി ചുട്ട് വെക്കുന്നുണ്ട്. സോയ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, പുറത്ത് തന്നെ വെച്ചാൽ ഇപ്പോൾ കേടാവത്തില്ല കേട്ടോ. അതും കൂടെ ഒന്ന് ചൂടാക്കി വെച്ച് കൊടുത്താൽ അങ്കുവിൻ്റെ ടിഫിൻ ബോക്സ് അങ്ങനെ അങ്ങ് റെഡി ആവും. നല്ല ചിക്കൻ കറി പോലെ അമ്മ വെച്ച സോയ കറി കേട്ടോ, ഡിന്നറിന് വെച്ചതാ. കട്ടൻ കാപ്പി പോലെ ഇരിക്കുന്നു, ലൈറ്റ് കട്ടൻ ചായ. അങ്ങനെ ഇതാട്ടോ രാക്കയുടെ വെള്ളം. രാക്കയുടെ സമാധാനമല്ലേ വലുത്, കുടിക്കട്ടെ. പാത്രമൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്, നമുക്ക് പൂരി വെച്ച് കൊടുക്കാം. സോയയും പാക്ക് ചെയ്യാം. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ്. അങ്കുവിന് ശരിക്കും ഈ ഫ്രൂട്ട്സ് കൊടുത്തു വിടുന്നതിനെക്കാട്ടി ഇഷ്ടം ഡ്രൈ ഫ്രൂട്ട്സാണ്. അതുകൊണ്ട് കാഷ്യൂസ് ആണോ എന്ന് ഒത്തിരി ഇഷ്ടം. അതുകൊണ്ട് കുറച്ച് കാഷ്യൂസും 2 ഡേറ്റ്സും കൂടെ വെച്ചാൽ അതും ആവുമല്ലോ. അങ്ങനെ ദേ ടിഫിനൊക്കെ പാക്ക് ചെയ്തു, വെള്ളമൊക്കെ പാക്ക് ചെയ്തു. ഇവരുടെ കൊച്ചു ക്ലാസ് വരെ ഉള്ളവർക്ക് ഓൺലൈൻ എക്സാം ആട്ടോ. ഇവൻ്റെ ക്ലാസ്സിനൊക്കെ ഇന്ന് പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ പോവുക. 4ാം ക്ലാസ് വരെ കണ്ടേ അവർക്ക് ഓൺലൈൻ ക്ലാസ് ആയി, തണുപ്പ് കാരണം. അങ്ങനെ അങ്കുവിന് പെട്ടെന്ന് ഞാൻ പാലും കൂടെ ഒരു ഗ്ലാസ്, ഒരു കുട്ടി ഗ്ലാസ്സിൽ, പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ജാമും കൂടെ തേച്ച് ഒരു സമാധാനത്തിന് എനിക്ക് കേട്ടോ. കാരണം ഒളിമ്പ്യാഡിൻ്റെ എക്സാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോട്ടെ എന്ന് വെച്ചിട്ട് അതും കൊടുത്തു. ടിഫിൻ പാക്ക് ചെയ്തു. അങ്കു റെഡി ആവുന്നുണ്ട്. അവനിന്ന് പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും അറ്റൻഡൻസ് കളയേണ്ട, കുറച്ച് അറ്റൻഡൻസ് കുറവായി ഇവന് കേട്ടോ. നാട്ടിൽ പോയിട്ട് നമ്മൾ വന്നപ്പോൾ കുറച്ച് ദിവസം മിസ്സായിരുന്നു. അപ്പോൾ 80-ൽ താഴെ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് ശരിക്കും വാണിങ്ങും കാര്യങ്ങളൊക്കെ തരും. അതുകൊണ്ട് ഞാൻ പോകട്ടെ എന്ന് വിചാരിച്ചു. 7:10 11 ഡിഗ്രിയാണ് അങ്കു. അങ്ങനെ ഇറങ്ങുകയാണ്. ശരിക്കും ഈ ചെറിയ തണുപ്പത്ത് തന്നെ നമ്മുടെ ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നമ്മൾക്കത്ര ശീലമില്ലല്ലോ. പിള്ളേരൊക്കെ അഡ്ജസ്റ്റ് ആയി, അങ്കുവിനും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് തണുപ്പ് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ ചായയൊക്കെ ഇട്ടു. രാക്കയ്ക്ക് പിന്നെ ചിയാ സീഡിൽ സിമ്പിളായിട്ട് രാത്രി കുതിർത്ത് വെച്ച് ഈ വെള്ളത്തോടു കൂടി കഴിച്ചിട്ട് പോകുക. കാരണം പാല് ചേർക്കുന്നത് അത്ര എഫക്റ്റീവ് അല്ലെന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇനി കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ എഫക്റ്റ് തന്നെ വരുമെന്ന് തോന്നുന്നു. ഇതിനകത്തും കുറച്ച് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ രാക്കയുടെ ഒരു സമാധാനത്തിന് എന്തായാലും അത് കഴിച്ചുകൊണ്ട് പോകും. പിന്നെ ഉച്ചയ്ക്ക് വരുമ്പോൾ എന്തെങ്കിലും വയറ് നിറച്ച് നന്നായിട്ട് കഴിക്കാം. അപ്പോൾ അത്രയും നേരം നമ്മുടെ വയറ് എന്തായാലും ഒഴിഞ്ഞു കിടക്കുമല്ലോ. അപ്പം അങ്ങനെങ്കിലും ഫാറ്റ് ലൂസാവട്ടെ എന്ന് വിചാരിച്ചു. കാരണം കുറച്ച് വെയിറ്റ് ഉണ്ട്. ഡോക്ടർ തന്നെ പറഞ്ഞു തടി കുറയ്ക്കണം എന്ന്. തണുപ്പുണ്ടല്ലേ. അങ്ങനെ രാക്കി പോയി പുറത്ത് ഒരുവിധം തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ രാക്കിയുടെ ഫോൺ എടുക്കാൻ പറഞ്ഞു. ഇതേ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്തില്ല. എന്തെങ്കിലും ഒന്നും മറന്നു വെച്ച് പോകുന്ന ഒരു ശീലം രാക്കിക്കൊണ്ടെന്ന് ഞാൻ കുറേ ബ്ലോഗുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഇന്ന് ഫോൺ എടുത്തില്ല. അപ്പോൾ ഞാനത് കൊണ്ടു കൊടുത്തു. വായക്കൂടെ പോകുന്നു. 9 മണി കഴിഞ്ഞു. വായക്കൂടെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ പുകയായിട്ട് പോവുകയെന്നേ. തണുപ്പ് കൊണ്ട് കേട്ടോ. ഇവിടെ ചുറ്റും ഈ പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഇങ്ങനെ തങ്ങി നിൽക്കും. അപ്പം നമ്മുടെ അപ്പുറത്തെ ദീദിയുടെ ചെടികളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുക. എനിക്കൊന്നും ഈ തണുപ്പത്ത് അധികം ചെടികൾക്ക് വെള്ളം വേണ്ട കേട്ടോ. ടൈഗർ ബൈ ഇപ്പോൾ വന്ന് വെള്ളം ഒഴിക്കുന്ന കാണുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ കാണുമല്ലോ അതിന്. പിട്ടൂണിയ പൂക്കൾ ദീദിയുടെ 2 ചട്ടിയിൽ പിട്ടൂണിയ എപ്പോഴും ഉണ്ട്. എനിക്കും അടുത്ത പ്രാവശ്യം ഇത് കുറച്ച് പ്ലാൻ ചെയ്ത് ചെടിച്ചട്ടിയിൽ നമ്മുടെ സൈഡിൽ വെക്കണമെന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറകിൽ നടക്കുന്ന വെച്ചിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേ ബാക്ക് സൈഡിലും കോട ഇങ്ങനെ നിൽക്കുക, തങ്ങി നിൽക്കുക. അപ്പോൾ അകത്തും നമ്മളാകെ ഗ്ലൂമി ആട്ടോ. ഇങ്ങനെ ഗ്ലൂമി ആയിട്ടൊരു ക്ലൈമറ്റ് കാണുമ്പോൾ നമ്മുടെ മനസ്സും കുറച്ച് ഗ്ലൂമി ആവും. ബ്രേക്ക്ഫാസ്റ്റിന് എനിക്കും അമ്മയ്ക്കും ചൂടോടെ കുറച്ച് വെർമിസെല്ലി ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പച്ചമുളകും നമ്മുടെ സവാള ചെറുതായിട്ട് ചെറിയൊരു സവാളയായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ വെർമിസെല്ലി സേവിയാൻ അല്ലെങ്കിൽ സേമിയ ടോപ്സിൻ്റെ എൻ്റെ ഇരിക്കുന്നത് അത് വറുത്തതല്ലായിരുന്നു. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്താണെങ്കിൽ ഇത്ര അങ്ങോട്ട് റോസ്റ്റ് ചെയ്യേണ്ട. ഇതിപ്പം ഇങ്ങനെ സൂചിയുടെ കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒരുവിധം റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി വെള്ളം വെട്ടി തിളപ്പിച്ച് അതിനകത്തോട്ടം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് അടയ്ക്കാം. ഇരുന്ന് വേകട്ടെ. ഇടയ്ക്കൊന്ന് നമുക്ക് നോക്കിയാൽ മതിയല്ലോ.
അങ്ങനെ ഇതേ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചൂടോടെ അങ്ങ് കഴിക്കാം. അമ്മയ്ക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കണം. ഡയബറ്റീസും കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ ഉണ്ട്, എങ്കിലും ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ വേണം. അപ്പം ഞാൻ ദേ കുറച്ച് തൂവി കൊടുത്തു. അമ്മയ്ക്ക് 4 സിസ്റ്റേഴ്സാണ് കേട്ടോ. അതിൽ തൊട്ട് താഴെയുള്ള സിസ്റ്ററുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക മീനാൻറ്റി. ഞാൻ ഇവരെയൊക്കെ പഴയ വ്ളോഗുകളിൽ കാണിച്ചിട്ടുണ്ട്. മീനാൻറ്റിയുടെ മോള് കവിത വന്നത് ലാസ്റ്റ് ഇയർ ഇവിടെ വന്ന് നമ്മൾ അതിൻ്റെ വ്ളോഗൊക്കെ പുറത്ത് പോയതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാ മീനാൻറ്റി കേട്ടോ. മീനാൻറ്റിക്ക് ഇപ്പം ഡെങ്കു വന്നങ്ങോട്ട് പുറത്തതേ ഉള്ളൂ. പിന്നെയുള്ള സിസ്റ്റേഴ്സ് ജയാമ, കലക്കുഞ്ഞ, ഏക്കുഞ്ഞ, ഇവരെയൊക്കെ ഞാൻ പഴയ വ്ളോഗുകളിൽ കാണിച്ചിട്ടുണ്ട് നാട്ടിൽ പോയിട്ടുള്ള ആ സമയം. സംസാരിച്ച് മീനാൻറ്റിയുടെ മീൻകറി പറ്റിപ്പോയെന്നാ പറയുന്നത്. എന്തായാലും എന്തേ ഞങ്ങളുടെ ഉപ്പുമാവ് ചൂടോടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മെയ്ഡ് വന്നു കേട്ടോ, ജ്യോതി. പുള്ളിക്കാരി തൂത്ത് അടച്ചിട്ട് പോട്ടെ. ഞാൻ പറഞ്ഞാലും അവർ ആ വൈപ്പറൊന്നും ഇട്ട് തുടയ്ക്കത്തില്ല കേട്ടോ. ആഴ്ച 1-2 വട്ടം ഞാനിനി അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവർക്ക് ഇങ്ങനെ കുത്തിയിരുന്ന് തുടയ്ക്കുന്നേ ഇഷ്ടം. നമ്മൾ ഒത്തിരി വട്ടം പറയണ്ടല്ലോ എന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറയാൻ പോയില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഗോപി പക്കോട ഉണ്ടാക്കുന്ന കാണിച്ചല്ലോ, അതിൻ്റെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. രാഖിക്ക് ചില്ലി ഗോപി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. രാഖിക്ക് ചില്ലി ഗോപി ഒത്തിരി ഇഷ്ടമാണ്, നമ്മുടെ ഗോപി മഞ്ചൂരിയൻ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വെച്ച് എണ്ണ വെച്ചു. നന്നായിട്ട് ചൂടായിട്ട് ഇതങ്ങ് വറുത്തെടുക്കാം. നമ്മുടെ കലക്കുഞ്ഞ പറഞ്ഞു തന്ന ഒരു റെസിപ്പി വഴിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലൊരു കാര്യം ഇടാൻ ഞാൻ മറന്നുപോയി, ക്യാപ്സിക്കം കേട്ടോ. ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ അത് എടുക്കാനങ്ങ് മറന്നുപോയി. കുറേ വെളുത്തുള്ളി ഞാൻ അമ്മയെ കൊണ്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇതിന് നല്ല ടേസ്റ്റാണ്. പിന്നെ ലഞ്ച് നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. റൊട്ടി എക്സ്ട്രാ വാങ്ങിച്ചു കേട്ടോ, കാരണം അമ്മയ്ക്ക് ഈ ഫുഡ് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചൂടോടെ അവർ കൊണ്ടുവരും. അപ്പോൾ ആദ്യം റൊട്ടിയാണ്, എക്സ്ട്രാ റൊട്ടി ഞാൻ പറഞ്ഞല്ലോ, അപ്പുറത്തിരിക്കുന്ന എക്സ്ട്രാ റൊട്ടി. പിന്നെ ആലു ഗോപിയുണ്ട്, പനീർ മസാലയുണ്ട്, എല്ലാം ഹോം മെയ്ഡ് അല്ലേ. പിന്നെ ആസ് യൂഷ്വൽ റൈത്ത, കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഞാൻ കാണിച്ചിരുന്നല്ലോ. റൈത്ത എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടാക്കിയ തൈരായിരിക്കും. ഈ തണുപ്പത്ത് ഇവർ കുറച്ച് ചൂടാക്കി കഴിക്കും, അതാട്ടോ. ഇതാണ് പനീർ മസാല. അപ്പോൾ ഒരു ഹോം മെയ്ഡ് ഫുഡ്, അമ്മയ്ക്കൊരു വെറൈറ്റി ടേസ്റ്റും ആവുമല്ലോ. പിന്നെ ഞാൻ നമ്മുടെ ചില്ലി ഗോപിയുടെ കൂടെ കുറച്ച് പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ചൂടാക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ചപ്പാത്തി വാങ്ങിച്ചത് ഇതിൻ്റെ കൂടെ കഴിക്കാനാണ്. പിന്നെ സോയാ മസാല ബാക്കി ഇരിപ്പുണ്ട്. പിന്നെ വേറെ ഫുഡ് ഉണ്ടാക്കാനൊന്നും ഞാൻ പോയില്ല. അപ്പോൾ ഗോപി വറുത്ത് കോരിയതിന് ശേഷം ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, വെളുത്തുള്ളി ഒന്ന് വഴറ്റി, പിന്നെ പച്ചമുളക് വഴറ്റി, ഒരു സവാളയും കൂടെ വഴറ്റി. മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനൊന്നും ഞാൻ ചേർക്കുന്നില്ല, പകരം നമ്മുടെ കറിവേപ്പില. അപ്പം നമ്മുടെ ഒരു നാടൻ ടേസ്റ്റും കൂടെ വരുമല്ലോ. അങ്ങനെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഞാൻ നമ്മുടെ നമ്മുടെ കോളിഫ്ലവർ തട്ടിയിട്ടിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് എൻ്റെ കയ്യിൽ, കിസാൻ്റെ ഫ്രഷ് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്. പിന്നെ ടോപ്സിൻ്റെ തന്നെ ഡാർക്ക് സോയും ചില്ലി സോസും ഗ്രീൻ ചില്ലിയും റെഡ് ചില്ലിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. സോയ സോസ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട്, പിന്നെ നമ്മുടെ റെഡ് ചില്ലി സോസാണ്, പിന്നെ ഗ്രീൻ ചില്ലി കുറേശ്ശെ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് ആ കുത്തൊന്നും നമുക്ക് വേണ്ടല്ലോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ സോസുകൾക്കൊക്കെ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ. പിന്നെ ഗോപിയിൽ ഞാൻ നമ്മുടെ കോളിഫ്ലവറിൽ ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി, ഒരു നുള്ളു പഞ്ചസാര. അതായത് ഈ ചൈനീസ് ഫുഡിനൊക്കെ പഞ്ചസാര ഇടുമ്പോൾ അത് ബാലൻസ് ആവും എന്ന് പറയും ടേസ്റ്റ്. അപ്പോൾ അത് ശരിക്കും നല്ല കേട്ടോ, മധുരമൊന്നും നമ്മൾ അറിയത്തുമില്ല. അപ്പോൾ അതേ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട്. രാഖയുടെ ഫേവറേറ്റ് ആണ് പക്കോട. ശരിക്കും ഞങ്ങളങ്ങ് ഉണ്ടാക്കി കഴിച്ചത്. രാഖയ്ക്ക് പക്കോട ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അങ്കുവിന് കൊടുത്തതിൻ്റെ ബാക്കി സോയ വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പൊറോട്ടയും പെട്ടെന്ന് ചുട്ടെടുക്കാം. 5 ഉള്ളൂ കേട്ടോ. അതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. ഫ്രീസറിൽ ഇരിക്കുമായിരുന്നു. ഡേറ്റ് ഉണ്ട്, ഫെബ്രുവരി വരെ ഡേറ്റ് ഉണ്ടെങ്കിലും ഞാനതങ്ങ് തീർത്തു. പിന്നെ ചപ്പാത്തി ഉണ്ട്. ഇന്ന് അങ്ങനെയൊക്കെ അങ്ങ് തട്ടി കൂട്ടുക. ഇത് റെഡിമെയ്ഡ് പൊറോട്ടയാണ്. കുറച്ച് നെയ്യോ എണ്ണ എന്തെങ്കിലും ഇങ്ങനെ തൂവി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കാം. പിന്നെ എക്സ്ട്രാ ചപ്പാത്തി നമ്മൾ വാങ്ങിച്ചിരിപ്പുണ്ടല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ചില്ലി ഗോപി? അടിപൊളി, സൂപ്പർ. ഓക്കെ, നീ സോയം കൂടെ കഴിച്ചു. ഗുണമല്ലേ, പ്രോട്ടീൻ. രാഖയുടെ ലഞ്ച് അങ്ങനെ കൊടുത്തു കേട്ടോ. ആശം വിശന്ന് വിറച്ചാ ഉച്ചയ്ക്ക് വരുന്നത്. എന്നിട്ട് നമ്മളിത് സമ്മതിച്ച് തരത്തില്ല കേട്ടോ വിശപ്പുണ്ടെന്ന്. ഞാൻ പറയും രാഖ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട പറയും. എന്നിട്ട് ഇപ്പോൾ വിശന്ന് വിറച്ച് കഴിക്കുക. ഞാൻ മിണ്ടാനേ പോകത്തില്ല. ഇന്നും പുല്ല് വെട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കഥ പറഞ്ഞില്ല കേട്ടോ, പെട്ടെന്നങ്ങ് അടച്ചു. ഒരാക്കിക്ക് കൂടെ ഒരു കോഫിയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. തണുപ്പല്ലേ, തണുപ്പത്ത് ചായയും കാപ്പിയൊക്കെ ഉച്ചയ്ക്ക് കുടിക്കുമ്പോൾ ഒരു ആശ്വാസമല്ലേ. അപ്പോൾ ഞാൻ ഈ ടാറ്റ കോഫി ഗ്രാൻഡേ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും കാപ്പി അങ്ങോട്ട് പറ്റത്തില്ല, ഗ്യാസിന് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട്. ചില സമയത്ത് ആഗ്രഹം തോന്നുമ്പോൾ കുടിക്കും. അങ്ങനെ അത് ഇട്ടു. പിന്നെ ഞാൻ അങ്കുവിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ, അങ്കു ഇന്ന് 1 മണിയായപ്പോൾ വന്നു കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ സർക്കുലർ ഉണ്ടായിരുന്നു, സ്കൂളൊക്കെ പൂട്ടണം, ഒരാഴ്ചത്തേക്ക് ഇനി ക്ലാസ് ഇല്ല, ഓൺലൈനാണ്.
വായത് സന്തോഷം. എന്റെ നേരത്തെ സുഖം ഞാൻ വീഴാൻ പോയതാ. അങ്ങനെ 7 ദിവസം 7 ദിവസം 7 ദിവസത്തെ അവധി. ശക്തി പ്രയോഗിക്കല്ലേ അമ്മൂന്റെ അടുത്ത്. നേരത്തെ വന്നിന്ന് 1 മണിയായപ്പോ വന്നപ്പോ രക്ഷപ്പെട്ട് സ്വസ്ഥതയുണ്ട് ഇനി ഇല്ലടാ. അങ്ങനെ ഈ ക്ലൈമറ്റിൻ്റെ ഒരു മാറ്റവും തണുപ്പും കാരണം ഒരാഴ്ചത്തേക്ക് 7 days എന്നാണ് സർക്കുലറിലുള്ളത്. അപ്പം ഇനി ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ ആ സന്തോഷം ഉണ്ട് അവന് ട്യൂഷന് പോവുക. ഒത്തിരി സന്തോഷം കേട്ടോ. ആ ഡാൻസൊക്കെ അതിൻ്റെയാണ്. മൊത്തത്തിൽ ഡാൻസ് ആയിരുന്നു ഇന്ന്. ഒരാഴ്ചത്തേക്ക് ഇനി വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ. നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ പായസം ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടല്ലോ. അതിപ്പോൾ കാണിക്കുമ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടം. അമ്മ പറയും എനിക്ക് കഴിക്കാൻ തോന്നുന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ കുറച്ച് ചോറ് ബാക്കിയിരുന്നത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് ശർക്കരയുടെ പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മധുരം നോക്കി എന്നിട്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല നെയ്യ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. എത്രത്തോളം നെയ്യ് ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റാണ്. പിന്നെ തണുപ്പത്ത് നമ്മൾ കുറച്ച് നെയ്യൊക്കെ കൂടുതൽ കഴിച്ചാലും കുഴപ്പമൊന്നും വരത്തില്ല. പിന്നെ ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടിയും എൻ്റെ കയ്യിൽ നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടായിരുന്നത് ഇൻസ്റ്റൻറ്റ്. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് കട്ടിക്ക് നമുക്ക് കലക്കിയെടുക്കാം. അത് ഞാൻ എന്തൊക്കെ കലക്കിയിട്ട് ലാസ്റ്റ് അതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി റെഡി ആയിട്ടുണ്ട്. നമ്മൾ തേങ്ങ വേണമെങ്കിൽ തിരികെ ഇട്ടാലും വേറൊരു ടേസ്റ്റ് വരും. പക്ഷേ ഇപ്പം തേങ്ങ നമ്മൾ തിരുകിയാൽ വേറൊരു രീതിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ പായസം. അമ്മയ്ക്ക് കൊടുത്തു. അമ്മ എൻ്റെ അടുത്ത് പറയാൻ എനിക്ക് ആ പായസം കാണുമ്പോൾ അവൻ കുടിക്കാൻ തോന്നുമായിരുന്നെന്ന്. ശരിക്കും പയറും കൂടി ഇട്ടാൽ കുറച്ചും കൂടെ നല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ പയറിട്ടില്ല, പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തേ. ഭയങ്കര ഈസിയാന്നേ. ഒരു ബുദ്ധിമുട്ടും താമസവും ഒന്നും വരത്തില്ല. അങ്ങ് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അവനും ഞാൻ ഒഴിച്ചു കൊടുത്തു. അവൻ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ ഉണ്ണി ഗണപതി അങ്കു. അവന് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുകയും ചെയ്യും, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്നും പറയും. ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞില്ലേ ഇവിടെ IPL തുടങ്ങി നമ്മുടെ കമ്പനിയുടെ വക. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ ഇറങ്ങി. അത് എല്ലാം റെഡിയാക്കി അത് ഇരിക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് ചെല്ലുന്ന ഗ്രൗണ്ടാണ്. അവിടെ ആളുകളൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പുറത്തെ സൈഡിൽ കുറേ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ട് അവിടെ പോയി നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. പിന്നെ നമ്മുടെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, വാങ്ങിച്ച് കഴിക്കാം. അവിടെ നടക്കാം. ഞങ്ങൾ എന്തായാലും അപ്പുറത്തോട്ടൊരു ഫൗണ്ടൻ ഉണ്ട്, അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഒന്ന് നടക്കാമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോവുക. ഗ്രൗണ്ടൊക്കെ സജ്ജീകരിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ വീട് ഇതേ ആ കാണുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ കാണുന്ന മുയലുകളാണ്. പണ്ട് നമ്മൾ കാണുമ്പോൾ ഓടി പോകാറുണ്ട്. ഇപ്പോൾ അതിന് പേടിയൊക്കെ കുറഞ്ഞു. എനിക്കിപ്പോൾ പേടിയില്ലാതായി. ഇപ്പോൾ പേടിയില്ലാതായി. ആളുകളുടെ ഇടയിൽ പേടിയില്ലാതായി. പേടിയില്ല ആളുകളെ ഇപ്പോൾ ഉണ്ടോ. പച്ചപ്പുല്ല് ഇന്നെ ഇറങ്ങിയതാ. ഇവിടെ ഇതുപോലത്തെ കുറേ ഉണ്ട് കേട്ടോ. പകലൊക്കെ ഇങ്ങനെ ഓടി ഓടി നടക്കും. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ല ഓടി പോകുമായിരുന്നു. ഇപ്പം അത്ര പേടിയൊന്നും ഇല്ല ഉണ്ടോ. ഓടിയിട്ട് നമ്മുടെ മുന്നിൽ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ചങ്ങോട്ട് പോകുമ്പോഴേ അത് പോകുന്നുള്ളൂ. ഓടിപ്പോയി. പിന്നെ നമ്മുടെ അമ്മ അതേ ഫുള്ളി പാക്ക തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മഫ്ലർ തൊപ്പിയും സ്വെറ്ററും എന്തൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടോ അതൊക്കെ ആയിട്ടാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആ കാണുന്ന ഫൗണ്ടൻ്റെ ചുറ്റും ഇതുപോലെ റൗണ്ട് ഉണ്ട്, അങ്ങോട്ട് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഇങ്ങനെ നമ്മൾ ആ റൗണ്ട് ചെയ്യുന്ന വെച്ചാൽ അവിടെയൊക്കെ ആളുകൾ ഇരിക്കുവാണ്. നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ പോയിരിക്കാം, പക്ഷേ ഒരുപാട് ശബ്ദവും വെള്ളമൊക്കെ അല്ലേ. പിന്നെ ഞങ്ങൾ ആ സ്റ്റെപ്പ് വഴി താഴെ ലൈറ്റ് ഇട്ടില്ലേ നമ്മൾ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പുറത്തെ ലൈറ്റ് ഇട്ടില്ലെന്നാണ് വിചാരിച്ചു. പക്ഷേ അങ്കു ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേ പച്ച ലൈറ്റ് കത്തുന്നുണ്ടല്ലേ. ഞങ്ങൾ വീണ്ടും താഴെ കൂടെ കറങ്ങിയിട്ട് ഒന്നും കൂടെ ആ സ്റ്റെപ്പ് വഴി മുകളിൽ കയറുക. കാരണം IPL തുടങ്ങി. നമുക്ക് ആ സൈഡിലൊരു ബെഞ്ച് പോലെയുണ്ട്, അങ്ങോട്ടിരുന്നാലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് തിരിച്ച് കയറുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് തണുപ്പ് അടിച്ചാലും പ്രശ്നമാണ്. എന്തായാലും ഇതൊന്ന് നമ്മൾ ശീലമാണ്ടേന്ന് വെച്ചാണ് എന്നും ഒന്ന് കറങ്ങുന്നത്. ആളുകൾ ഇന്ന് കളിക്കുന്നുണ്ടോ. പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. മിക്സ് ചെയ്താൽ അവർ തണുപ്പായതുകൊണ്ട് ആരെയും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഫുള്ളി പാക്ഡ് അവർ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു ദിവസം കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.